هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على أشرف المرسلين وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. സ്നേഹാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ പാതിഭാഗം പിന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരവസാനത്തെ പത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. എത്രത്തോളം പുണ്യങ്ങൾ നേടിയെടുക്കാനാവും എന്ന ആലോചനയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമാണ് ഈ സന്ദർഭത്തിൽ ലോകത്ത് എല്ലാ വിശ്വാസികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും അത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ, സഹാബാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈമാൻ കൊള്ളൽ, അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിഖ്യാതനായ താബിഈ പണ്ഡിതൻ സലമത്ത് ഇബ്നു ദീനാർ ഹിജറ 97 മദീന സന്ദർശിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അത്രയും വിഖ്യാതനായ ഒരു പണ്ഡിതനായതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണാധികാരിയായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തെ കാണാൻ വന്നു. വെറും ഒരു കൂടിക്കാഴ്ചയല്ല, എന്തൊക്കെയോ ചോദിക്കാനും നിവർത്തിക്കാനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരങ്ങൾക്കിടയിൽ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് സലമത്ത് ബിൻ ദീനാറിനോട് ചോദിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെടും എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആദ്യമായി അദ്ദേഹം ചോദിച്ചതെന്താണെന്നറിയോ? മാ ലനാ നക്റഹുൽ മൗത്ത്, എന്തുകൊണ്ടാണ് നാം മരണത്തെ വെറുക്കുന്നത് എന്നാണ്. മരണത്തെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അതിനോട് വെറുപ്പ് തോന്നുന്നത്? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ചിന്തനീയമാണ്. ലിഅന്നകും അഖറബ്തുമുൽ ആഖിറ വഅമ്മർതുകും ദുനിയാ, നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുകയും ദുനിയാവിനെ വല്ലാതെ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിക്കുകയും ആ ജീവിതത്തിലൂടെ പരലോകം നേടുകയും ചെയ്യുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യങ്ങൾ മറന്നു പോവുകയും ദുനിയാവിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, ദുനിയാവിനെ വല്ലാതെ പുണരുന്ന സാഹചര്യത്തിൽ പരലോകം മറന്നു പോകുന്ന അല്ലെങ്കിൽ പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് മരിക്കാൻ ഭയം എന്നതാണ്. മരിക്കാനുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ, പരലോകത്ത് സ്വർഗം നേടാനുള്ളതെല്ലാം എൻ്റെ പക്കൽ റെഡിയാണ് എങ്കിൽ, പിന്നെ അങ്ങനെ ഒരു മരണത്തെ ഞാൻ ഭയപ്പെടുകയില്ല.
പക്ഷെ അങ്ങനെ ഭയപ്പാടുണ്ടാകുന്നതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരായ ആളുകളോട് പറഞ്ഞതായി ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ മരണം ആഗ്രഹിക്കുകയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനു വേണ്ടിയുള്ളതൊന്നും നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടില്ല എന്നതുകൊണ്ട്. അപ്പോഴെവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത്? ദുനിയാവിനെ സംബന്ധിച്ച് അത്രയേറെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുകയും ആ പ്രതീക്ഷകൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോൾ പരലോകം മറന്നു പോവുകയോ നാം അറിയാതെ നഷ്ടപ്പെടുകയോ ചെയ്യുന്നു എന്നതാണ് വിഷയം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പായുന്ന കുറെ മനുഷ്യന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദുനിയാവ് മാത്രമായി മാറുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന, നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? മൻ അസ്ബഹ വദ്ദുനിയ അക്ബറ ഹമ്മുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവാണ് അയാളുടെ അക്ബർ ഹമ്മ്, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, വിഷയം, ചർച്ച, ചിന്ത അതാണ്. എങ്കിൽ ഫലൈസ മിനല്ലാഹി മിൻ ഷൈഅ, അല്ലാഹുവിൽ നിന്ന് പിന്നെ ഒന്നും അയാൾക്ക് കിട്ടാനില്ല. കാരണം അല്ലാഹുവിൽ നിന്ന് അയാൾ പ്രതീക്ഷിക്കുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടാണ്. എന്നിട്ട് പറയുന്നത് അല്ലാഹുവിൽ അയാൾക്ക് കിട്ടൂല എന്ന് മാത്രമല്ല, വഅൽസമല്ലാഹു അലൈഹി അർബഅ ഹിസാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിലേക്ക് 4 കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണ്. ആ 4 കാര്യങ്ങൾ അയാൾ അനുഭവിക്കേണ്ടി വരും. അതിന്റെ പിന്നാലെ പോകുമ്പോൾ പിന്നെ അയാൾ ദീനിൽ നിന്ന് പിറകോട്ട് പോയി ദുനിയാവിലെ തന്നെ അഭിരമിച്ചു പോയി പരലോകം മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ സംഗതി എന്താണെന്ന് അറിയുമോ? ഹമ്മൻ ലാ യൻഖതിഉ അൻഹു അബദൻ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ടെൻഷനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദുനിയാവുമായി നമ്മൾ ഇടപെട്ടിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ടെൻഷനാണ്. ഭാര്യയെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, സ്വത്തിനെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, അവയെല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. ആ ദുനിയാവുമായി ബന്ധപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് വല്ലാതെ നമ്മൾ ഇങ്ങനെ വേപ്പത്ത് കൊണ്ട് അതിന്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നെ എവിടെയാ നമുക്ക് ടെൻഷൻ മാറുക? അതാ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ടെൻഷനിൽ തന്നെ ആളുകൾ പോകുന്നതാണ്. ഈ വിഷയകമായി സിറിയൻ ചിന്തകനായ ഡോക്ടർ മുസ്തഫ സബായി ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എഴുതിയ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്, ഹക്കദ അല്ലമത്തിനെ അൽ ഹയാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ അദ്ദേഹം ഒരു 6-7 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മൻ തഅല്ലഖ ഖൽബുഹു ബിസ്സൗജതി വൽ ഔലാദ്, ഒരു മനുഷ്യന്റെ ഹൃദയം ഭാര്യ സന്തതികളുമായി അഥവാ ദുനിയാവിന്റെ കുടുംബ ബന്ധങ്ങളുമായി തന്നെ കെട്ടുപണഞ്ഞു കിടന്നാൽ ലം യജിദ് ലദ്ദത്തൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തൊക്കെയോ ചെയ്യണം, പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ എന്തൊക്കെയോ ധർമ്മസമരങ്ങൾ നിർവഹിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം, ആ സംഗതികൾ, അതിന്റെ ആസ്വാദനം അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അപ്പൊ ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകും. ദീനുമായി ഇടപെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പിന്നോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ടെൻഷൻ വരുന്നതിനെ നമ്മളൊന്ന് സൂക്ഷിക്കണം. മനുഷ്യരെന്നുള്ള നിലയിൽ കുറെ ടെൻഷനുകൾ നമുക്കുണ്ടാകും, സ്വാഭാവികമാണ്. ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ പോയാൽ അയാൾക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാതാവും. പക്ഷെ ആ ടെൻഷന്റെ പിന്നാലെ തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ ചുരുക്കി ഓരോ കാര്യങ്ങൾ സംസാരിച്ചു പോവുകയാണ്. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് അറിയുമോ? ശുഗ്ലൻ ലാ യൻഫരിഖു മിൻഹു അബദൻ, ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, വിട്ടുപോരാൻ സാധിക്കാത്ത തരത്തിലുള്ള ബിസിയാകും മനുഷ്യൻ. അങ്ങനെ കുറെ തിരക്കുകളുടെ പിന്നാലെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോ ചോദിച്ചാലും ഞാൻ ബിസിയാണ്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, നമസ്കാരങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഏത് സമയത്ത് നോക്കിയാലും എന്റേതായ തിരക്കുകൾ എന്നെ മതിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതി മനുഷ്യനുണ്ടാവുന്നതാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ സംഗതിയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എവിടെയോ പരലോകവുമായി ഒരു ബന്ധം വിട്ടുപോയിട്ടുണ്ട്, അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം വിട്ടുപോയിട്ടുണ്ട് എന്നാണ്. അഖീദ എന്ന പദത്തിനർത്ഥം വിശ്വാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനപ്പുറം ഒരു വിശാലമായ അർത്ഥമുണ്ട് അതിന്, ബന്ധം എന്നാണ്. ഉഖ്ദത്ത് എന്ന് പറയുന്നത് ബന്ധമല്ലേ?
നിക്കാഹിനെ സംബന്ധിച്ചൊക്കെ ഖുർആൻ പറയുമ്പോൾ അങ്ങനെയാ പ്രയോഗിച്ചത്. ഉഖ്ദത്തുൻ നിക്കാഹ് എന്നാണ്. ബന്ധമാണ്. ആ ബന്ധം ആരുമായിട്ടുള്ള ബന്ധമാണ്? റബ്ബുമായിട്ടുള്ള ബന്ധമാണ്, പരലോകവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം എവിടെയാണോ അറ്റുപോകുന്നത്, എവിടെയാണോ മുറിഞ്ഞു പോകുന്നത്, പിന്നെ അയാൾ ദുനിയാവിൽ മാത്രമായി മാറുന്ന. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ബിസിയോ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. മൂന്നാമത്തെ സംഗതി ഫഖറല്ല യബ്ലുഗു ഗിനാഹു അബദൻ. ഒരിക്കലും മതിവരാത്ത, നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞാൽ തേച്ചപ്പാടില്ല എന്ന് പറയും, എത്രയായാലും മതിയാകാത്ത ഒരു ചിന്താഗതി, അങ്ങനെയുള്ളൊരു ദാരിദ്ര്യം നമ്മളെ പിടികൂടുന്നുണ്ടോ? എനിക്ക് ഇത്ര പോരാ, ഇന്നത് മതിയാകുന്നില്ല, ഇന്ന സംഗതികൾ എനിക്ക് പോരാത്തതാണ്, ഇനിയും എന്തൊക്കെയോ നേടേണ്ടതുണ്ട്, എന്തൊക്കെയോ സ്വരൂപിക്കേണ്ടതുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എവിടെയോ അള്ളാഹുമായിട്ടുള്ള ബന്ധം അറ്റുപോയിട്ടുണ്ട്, ദുനിയാവുമായി ഞാൻ കെട്ടുപടഞ്ഞു കിടക്കുകയാണ് എന്ന്. നാലാമത്തെ സംഗതി വഅമലൻ ലാ യബ്ലുഗു മുൻതഹാഹു അബദൻ. വഅമലൻ ലാ യബ്ലുഗു മുൻതഹാഹു അബദൻ. ഒരിക്കലും അറ്റം കാണാത്ത കുറെ ആഗ്രഹങ്ങൾ മനുഷ്യൻ എന്നുള്ള നിലക്ക്, ദുനിയാവിലെ ജീവജാലം എന്നുള്ള നിലക്ക്, മനസ്സ് പടച്ച തമ്പുരാൻ നമ്മളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള നിലക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾ എത്രത്തോളം ആവാം, എത്രത്തോളം ആവരുത് എന്നൊന്നും ഇസ്ലാമും ഖുർആനും പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷെ ആ ആഗ്രഹങ്ങൾ അറ്റം കാണാത്ത ആഗ്രഹങ്ങളായി മാറുമ്പോൾ, ആ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പരലോകം മറന്നു പോകുന്ന, അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ എന്നതാണ് പരിശോധിക്കേണ്ടത്. വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. ആ കഥയിൽ ടോൾസ്റ്റോയ് ഒരു നല്ല സംഭവം ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. ദുനിയാവുമായി വല്ലാതെ അഭിരമിക്കുന്ന, കെട്ടുപണഞ്ഞു കിടക്കുന്ന മനുഷ്യന്മാർ എല്ലാം മറന്നുപോകുമെന്നൊരു കഥയാണത്. അതിൽ രാജാവ് പ്രഖ്യാപിക്കുകയാണ്. രാജാവ് പറയുന്നു, നാളെ രാവിലെ ആദ്യം പ്രഭാതോദയത്തിന്റെ സമയത്ത് ആരാണോ കൊട്ടാരവാതിൽക്കലെത്തുന്നത് അയാൾക്ക് കുറെ ഭൂമി സൗജന്യമായി നൽകുന്നതാണ്. അപ്പോഴെത്രയാ ഭൂമി കൊടുക്കുന്നത്? അത് ആ സമയം മുതൽ അയാൾ സൂര്യാസ്തമയം വരെ നടന്നെത്തുന്ന ദൂരം എത്രയാണോ അത്രയും ദൂരം അയാൾക്കുള്ളതാണ്. എത്ര ഏക്കർ ഭൂമി കിട്ടും? എല്ലാവരും ഉറക്കൊഴിഞ്ഞു വന്നു. പക്ഷേ സൂര്യോദയത്തിന്റെ സമയത്ത് അവിടെ എത്തിയ ഒരു ചെറുപ്പക്കാരനാണ്, നല്ല അരോഗതകാത്തനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു പേര് കൊടുക്കുന്നുണ്ട്, പാഹം എന്നാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് രാജാവ് പറയുകയാണ്, ശരി നിന്റെ നടത്തം ആരംഭിക്കുക. അയാൾ നടത്തം ആരംഭിച്ചു. അങ്ങനെ നടന്ന് കുറേയേറെ നടന്നപ്പോ അയാൾക്ക് ദാഹിച്ചു. അപ്പൊ അയാളുടെ മനസ്സയാളോട് പറഞ്ഞു, വെള്ളം കുടിക്കാൻ വേണ്ടി വിശ്രമിച്ചാൽ അത്രയും നിന്റെ സ്റ്റെപ്പ്, അത്രയും നടത്തത്തിലുള്ള നിന്റെ ഭൂമി നഷ്ടപ്പെടും, അതുകൊണ്ട് വെള്ളം കുടിക്കണ്ട. അപ്പൊ അയാൾ പിന്നെയും നടക്കുകയാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, നടത്തത്തിന് വേഗത പോരാ, കുറച്ചുകൂടി വേഗത്തിൽ നടന്നാൽ, അല്ലെങ്കിൽ നീ ഒന്ന് ഓടിയാൽ നിനക്ക് കുറച്ചുകൂടി അധികം വെട്ടിപ്പിടിച്ചൂടെ. അങ്ങനെ അയാൾ പിന്നെയും അതിവേഗത്തിൽ നടക്കാൻ ആരംഭിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ അയാൾക്ക് വിശന്നു. അയാൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ മനസ്സ് പറയുന്നു, പാടില്ല, ഭക്ഷണം കഴിക്കാൻ നിനക്ക് കുറച്ച് സമയം വേണ്ടി വരും, ആ സമയത്ത് നിന്റെ ഭൂമി നിനക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നീ സഞ്ചരിക്കുന്ന വേഗത നിനക്ക് കുറയും, പിന്നെയും നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും. അവസാനം വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, വിശ്രമിക്കാതെ അയാൾ ഓടുകയാണ്. ഓടി സൂര്യാസ്തമയമായപ്പോഴ് രാജാവ് ഭടന്മാരോട് ചോദിച്ചു, പാഹമെന്നൊരു ചെറുപ്പക്കാരൻ പോയിരുന്നല്ലോ, എത്രയടി മണ്ണാണ് അയാൾ നേടിയത് എന്നാണ്. അപ്പൊ അവസാനം അവർ പറയുന്നുണ്ട്, അയാൾ നേടിയത് 6 അടി മണ്ണാണ്. അപ്പൊ എന്തേ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് മരിച്ചു വീണു. അതുപോലെയാണ് ദുനിയാവിനെ സംബന്ധിച്ച് നമ്മുടെയും കാഴ്ചപ്പാടുകളും കെട്ടുപിണഞ്ഞ ബന്ധങ്ങളും ഒക്കെ അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ദുനിയാവ് വേണ്ട എന്നൊന്നല്ല ഈ പറയുന്നതിനർത്ഥം. അതിൽ നിന്നുകൊണ്ട് റബ്ബിനെ ഓർമ്മിക്കുവാനും പരലോകം നേടിയെടുക്കുവാനും നമുക്ക് കഴിയണം. ഒരു കവി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അലാ ഇന്ന മദ്ദുനിയാ കഅഹ്ലാമു നായിമിൻ വലാ ഖൈറ ഐശിൻ ലാ യകൂനു ബിദായിമി നഹറുക ബത്വാലുൻ വലൈലുക നായിമു വഐശുക യാ മിസ്കീനു ഐശുൽ ബഹായിമി എന്ന. അലാ ഇന്ന മദ്ദുനിയാ കഅഹ്ലാമു നായിമിൻ, അറിയണം ഈ ദുനിയാവെന്ന് പറയുന്നത് ഒരു പേക്കിനാവ് കാണുന്നവന്റെ ഒരു കിനാവ് പോലെ മാത്രമാകുന്നുവെന്ന്. വലാ ഖൈറ ഐശിൻ ലാ യകൂനു ബിദായിമി, നീ കാണുന്ന നിനക്ക് കിട്ടുന്ന ഈ ഖൈറുകൾ, ഈ നന്മകൾ, ഈ നേട്ടങ്ങൾ അതൊന്നും നിത്യനിതാന്തമായി നിലകൊള്ളുന്നതല്ല.
നഹാറുക ബത്വാലുൻ വലൈലുക നഈമു. നിന്റെ പകലുകളൊക്കെ നിരർത്ഥകമായ പകലുകളാകുന്നു, രാത്രികളൊക്കെ ഉറങ്ങി തീർക്കുന്ന രാത്രികളാകുന്നുവെങ്കിൽ ഐശുക യാ മിസ്കീനു ഐശുൽ ബഹാഇമി, മിസ്കീനായ മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നാൽക്കാലിയുടെ ജീവിതം പോലെയാണ്. എന്താ വ്യത്യാസം? ഒന്നുമില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്? സമ്പത്ത് എത്ര കൊന്നുകൂടിയാലും, ആരോഗ്യം എത്ര പുഷ്ടിപ്പെടുത്തിയാലും, വേണ്ടതെല്ലാം എത്ര സ്വരുക്കൂട്ടിയാലും അതിൽ നിന്നൊക്കെ ഒരു വിഹിതം വെച്ച് നമുക്ക് പരലോകം വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോ എന്റെ കണക്ക് പുസ്തകത്തിൽ എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിന്റെ കയ്യിലുള്ളതെല്ലാം, നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം തീർന്നു പോകും, ചെലവഴിച്ചു തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖിൻ, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ബാക്കിയാകും. പടച്ചോന്റെ അടുത്തുള്ളത് അള്ളാഹിന്റെ അടുത്ത് ഏൽപ്പിച്ചത് അവിടെ ബാക്കി ഉണ്ടാവും. പരലോകത്വം പടച്ചോൻ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങ് എടുത്തു തരുന്നതാണ്. അത് ബാക്കിയാകുന്നത് അങ്ങനെയല്ല. എങ്ങനെയാണ് ബാക്കിയാകുന്ന അറിയോ? വലനജ്സിയന്നല്ലദീന അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ എത്രയാണോ നമ്മൾ കർമ്മങ്ങളായി ചെയ്തു കൂട്ടിയിട്ടുള്ളത്, അമലുസ്സാലിഹാത്തുകളായി ബാക്കിയാക്കിയിട്ടുള്ളത്, അതിന് അല്ലാഹു അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് പ്രതിഫലം നൽകുന്നതാണ്. എത്ര എന്ന് ചോദിച്ചാൽ എത്രയെന്ന് കണക്കില്ല, അത് അള്ളയാണ് തീരുമാനിക്കുക. ദുനിയാവിലാണ് നമുക്ക് ഈ പലിശയൊക്കെ ഹറാമായത്. പരലോകത്ത് പടച്ചോൻ പലിശ അടക്കം ഇങ്ങനെ തരും. പരലോകത്ത് അല്ലാഹു പലിശ അടക്കം തരും. പരലോകത്ത് പലിശ ഹറാമില്ല. ദുനിയാവിലാണ് ഇതൊന്നും നമുക്ക് പറ്റാത്ത. അതുകൊണ്ട് പടച്ചോൻ എത്രയാ തരുന്ന അത്ര വാങ്ങിക്കാൻ കഴിയും. ഇപ്പൊ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരല്ലേ നമ്മൾ. അവസാനത്തെ 10 വരാനിരിക്കുന്നു. ലൈലത്തുൽ ഖദറിനെ കുറിച്ചും പടച്ചമ്പുരാൻ പറഞ്ഞപ്പോ ഇങ്ങനെ തന്നെയാ പറഞ്ഞു വെച്ചത്, നിങ്ങൾക്ക് എത്രയാണ് എന്നില്ല എന്നാ. അതിന്റെ മിനിമമേ പടച്ചമ്പുരാൻ പറഞ്ഞുള്ളൂ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1000 മാസത്തെ പ്രതിഫലം, അങ്ങനല്ല പറയേണ്ടത്. 1000 മാസത്തെ പ്രതിഫലമാണോ? അല്ല, ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തെക്കാൾ എന്നാണ്. അത് നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച്, നമ്മുടെ നിഷ്കളങ്കതകൾക്കനുസരിച്ച്, നമ്മൾ എത്രയാണോ ചെയ്യുന്നത്, എങ്ങനെയാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ എന്താണോ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പൊ അത് ചിലപ്പോൾ 1010 കൊല്ലം ഉണ്ടാവും, അല്ല 1010 മാസം ഉണ്ടാവും, അല്ലെങ്കിൽ 1100 മാസം ഉണ്ടാവും, 1500, 2000, അങ്ങനെ ഓരോരുത്തരുടെയും ഇഖ്ലാസിനനുസരിച്ച് അള്ളാഹു ആ മാസം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറയാനുള്ള കാരണം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ കണക്ക് പടച്ച തമ്പുരാന്റെ കൈകളിലേ ഉള്ളൂ. അത് ചിലപ്പം 1,000, 10,000, 70,000, 700,000 ഇലാ ദഅഫിൻ കസീറ, അതിനേക്കാൾ കൂടുതൽ അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നിങ്ങളിൽ നിന്ന് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, നിങ്ങളിൽ നിന്ന് ഒരാണായാലും ഒരു പെണ്ണായാലും ആരായിരുന്നാലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കൊരു ത്വയ്യിബായ ജീവിതം നൽകും. ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഒരു നല്ല ജീവിതം, ഒരു ത്വയ്യിബായ ജീവിതം. ത്വയ്യിബായ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ടാവില്ല എന്നല്ല, പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അതിനെയൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന തരത്തിൽ വല്ലാത്ത ഈമാനിന്റെ കരുത്തും തഖ്വയുടെ ബലവുമുള്ള ഒരു വല്ലാത്ത ഈമാൻ അല്ലാഹു നമുക്ക് നൽകും. ആ ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകും. എന്നിട്ട് അല്ലാഹു പിന്നെയും പറയുന്നു, വലനജ്സിയന്നഹും, തീർച്ചയായും നാം അവർക്ക് നൽകുക തന്നെ ചെയ്യും, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവരെത്രയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചതിനേക്കാളേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ചെയ്തു കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കർമ്മങ്ങൾ, അമൽസാലിഹാത്തുകൾ ചെയ്തിട്ട് പടച്ചോനോട് പറയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് സ്വീകരിക്കണമേ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഒന്നിനെയും നിസ്സാരമായി കാണാതെ. لا يحقرن من المعروف شيئا حتى أن تلقى أخاك بوجه طليق എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഒന്നിനെയും നിസ്സാരമായി കാണേണ്ടതില്ല. നിങ്ങളുടെ ഒരു സഹോദരനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുന്നത്, ഒരു മുഖപ്രസന്നതയോടെ നിങ്ങളുടെ ഒരു സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിസ്സാരമായി കാണേണ്ടതില്ല എന്നാണ്. നമുക്ക് അതിനുപോലും പലപ്പോഴും സമയം കിട്ടുന്നില്ല, സങ്കടമാണ്. നമുക്ക് പലപ്പോഴും അതിനുപോലും ഒന്ന് ചിരിക്കാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് കുശലം പറയാൻ പോലും സമയം കിട്ടുന്നില്ല. അത്രയും വേഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോകുന്നു? ഈ പോക്കിലൊക്കെ പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.
സലമത്ത് ബിൻ ദീനാറിനോട് ചോദിച്ച രണ്ടാമതൊരു ചോദ്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയട്ടെ. അദ്ദേഹത്തോട് ചോദിച്ചത്, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, ഫകൈഫൽ ഖുദൂമു അലല്ലാഹി ഗദൻ, എങ്ങനെയാണ് നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ ഓരോരുത്തരും പോകുക? പടച്ചവന്റെ അടുത്ത് പോണ്ടേ? ആ പോകുന്നതിന്റെ ഒരു ഉദാഹരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മൽ മുഹ്സിൻ കൽ ഗായിബി യഖ്ദുമു അലാ അഹ്ലിഹി ഫഅമ്മൽ മുസീഉ കൽ ആബിഖ് യഖ്ദുമു അലാ മൗലാഹു എന്ന്. ഒരു മുഹ്സിനായ മനുഷ്യൻ, ഒരു നന്മ ചെയ്ത മനുഷ്യൻ, പുണ്യകർമ്മങ്ങൾ ചെയ്ത മനുഷ്യൻ, സുഹൃതവാനായ മനുഷ്യൻ, അയാൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്നത് നാട് വിട്ടുപോയ ഒരാൾ സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ്. ഗൾഫിലേക്ക് യാത്ര ചെയ്ത ഒരാൾ ജോലി ആവശ്യാർത്ഥം പോയി, ഇത്ര വർഷം ജോലി ചെയ്തു, അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ ജോലി ചെയ്തു, എന്നിട്ട് കുടുംബത്തെ കാണാൻ, മക്കളെ കാണാൻ തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? അതുപോലെയാണ് ഒരു നാട് വിട്ടവൻ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ആ സന്തോഷം എത്രയാണോ അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഒരു വിശ്വാസി, ഒരു സുഹൃതവാനായ വിശ്വാസി അല്ലാഹുവിലേക്ക് കടന്നു ചെല്ലുന്നത്. തെറ്റ് ചെയ്തവനോ, ഫഅമൽ മുസീ, തെറ്റ് ചെയ്ത മനുഷ്യൻ കൽ ആബിഖ്, ഒരു ഒളിച്ചോടിയവനെ പോലെയാകുന്നുവെന്ന്. യഖ്ദുമു അലാ മൗലാഹു, ഒരു യജമാനന്റെ അടുക്കൽ നിന്ന് ഒളിച്ചോടി അയാളെ ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ട് അവസാനം ഗത്യന്തരമില്ലാതെ ഇനി വേറൊരു ജോലിയില്ല, ജീവിക്കാൻ വഴിയില്ല, കുടുംബം പുലർത്താൻ അവസരങ്ങളില്ല, അയാൾ തിരിച്ച് ഇതേ യജമാനന്റെ അടുക്കിലേക്ക് വരുമ്പോ എത്രമാത്രം ജാള്യതയോടെയാ കടന്നു വരിക, അതുപോലെ ആയിരിക്കും വരിക. ഞാൻ സൂചിപ്പിച്ചെന്താ അറിഞ്ഞോ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എങ്ങനെയാ പോകേണ്ടത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ കർമ്മങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹം നന്മകളെയും തിന്മകളെയും കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ട് പറയുന്നുണ്ട്, അലാ ഇന്ന ദുനിയ അർദുൻ ഹാദിറുൻ യഅകുലു മിൻഹൽ ബർറു വൽ ഫാജിർ അലാ വ ഇന്നൽ ആഖിറ അജലുൻ സാദിഖുൻ യഖ്ദി ഫീഹാ മലികുൻ ഖാദിറുൻ. നിങ്ങൾ അറിയണം, ഈ ദുനിയാവെന്ന് പറയുന്നത് അർദുൻ ഹാദിറുൻ ആണ്. അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ച് തന്നിട്ടുള്ള, പ്രദർശിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നിറഞ്ഞതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. യഅകുലു മിൻഹൽ ബർറു വൽ ഫാജിർ, അതിൽ നിന്ന് നന്മ ചെയ്തവനെന്നോ തിന്മ ചെയ്തവനെന്നോ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനെന്നോ അള്ളാഹുവിന് അനിഷ്ടകരമായി പ്രവർത്തിക്കുന്നവനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും പടച്ചതമ്പുരാൻ തിന്നാൻ കൊടുക്കും, എല്ലാവരും ഇവിടുന്ന് ഭക്ഷിക്കും. പക്ഷേ അലാ വ ഇന്നൽ ആഖിറ അജലുൻ സാദിഖുൻ, എന്നാൽ ആഖിറത്ത് എന്ന് പറയുന്നത്, പരലോകം എന്ന് പറയുന്ന അജലുൻ സാദിഖുൻ, സത്യസന്ധമായ ഒരു അവധിയാണ്. അവിടെ ആർക്കും ഇടപെടാൻ കഴിയില്ല. കഴിവുറ്റവനായ രാജാധിരാജനായ റബ്ബ് മാത്രമാണ് അവിടെ തീരുമാനം എടുക്കുക. അവിടെ അള്ളാഹുവിന്റെ ഖളാ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തു ചെയ്യണം? അലാ ഫൈനൽ ഖൈറ കുല്ലുഹു ബിഹദാഫിരിഹി ഫിൽ ജന്ന അലാ വ ഇന്ന ശർറ കുല്ലുഹു ബിഹദാഫിരിഹി ഫിന്നാർ. നിങ്ങൾ അറിയേണ്ടത്, നന്മയുടെ ഏത് ലേശവും ലവലേശവും ഏതൊരംശവും അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ നന്മയെ മനസ്സിലാക്കാൻ കഴിയണം. അലാ വ ഇന്ന ശർറ, അതേ പ്രകാരം തീർച്ചയായും തിന്മ എന്ന് പറയുന്നത് കുല്ലുഹു ബിഹദാഫിരിഹി ഫിന്നാർ, അതിന്റെ ഓരോ ലവലേശവും നരകത്തിലേക്കുള്ളതാ. അതുകൊണ്ട് നന്മയിൽ ഉളരി വരാൻ, നന്മയിൽ തൃപ്തിപ്പെട്ടു വരാൻ, എന്നിട്ട് നന്മകൾ പരമാവധി സ്വരുക്കൂട്ടിയെടുത്ത് പടച്ചതമ്പുരാന്റെ അടുക്കൽ രക്ഷപ്പെടാൻ, തിന്മകളൊന്നും എന്റെ ജീവിതത്തിൽ വന്നു പോകുന്നില്ല എന്ന് ജാഗ്രതായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യരാണ്, തിന്മകൾ വന്നു പോകും. അങ്ങനെ ഒരു മാസവുമായി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ പരമാവധി ഒന്ന് സൂക്ഷിക്കണമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അലാ ഫഅലമു വ അൻതും മിനല്ലാഹി അലാ ഹദരിൻ, അറിയണം, വ അൻതും മിനല്ലാഹി അലാ ഹദരിൻ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ജാഗ്രത, പടച്ചതമ്പുരാന്റെ ഒരു ശ്രദ്ധയിലാണ് നിങ്ങൾ. അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന്, അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന്, സിദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാനാവൂല. അതുകൊണ്ട് പടച്ചതമ്പുരാനെ എപ്പോഴും ജാഗ്രതായിട്ട് കാണണം എന്നാണ്. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ മദീന പള്ളിയിൽ വന്നപ്പോ അവിടെയുള്ള കുറെ ആളുകൾ, അനുയായികൾ ഇങ്ങനെ ഓടിക്കൂടി. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ വല്ലാതെ തെറ്റ് ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ എന്താ വേണ്ടത് എന്ന്.
തെറ്റ് ചെയ്യുന്നതിൽ രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? എല്ലാവരും ഇരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, നല്ലൊരു പരിഹാരമുണ്ട്, എല്ലാവരും കേൾക്കണം. എന്താ പരിഹാരം എന്നറിയോ? നിങ്ങൾ എത്ര തെറ്റും ചെയ്തുകൊള്ളൂ, പക്ഷെ അള്ളാഹു കാണാതെ ചെയ്യണം. ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അള്ളാഹു കാണാതെ നിങ്ങൾക്ക് എത്രയും തെറ്റുകൾ ചെയ്യാം. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. ഈമാനുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് ഒഴിവാകൂല. ആ ഒരു ബോധം ഉണ്ടാകുമ്പോ പിന്നെ ആർക്കെങ്കിലും തെറ്റ് ചെയ്യാൻ കഴിയൂ? ഇത് മനസ്സിലെപ്പോഴും തികട്ടി വരൂലേ? അള്ളാഹു കാണാതെ തെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോ തെറ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹദർ, ഒരു ജാഗ്രത അത് നിങ്ങൾക്കുണ്ടാവണമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, വഅലമു അന്നകും മുഅറദൂന അലാ അഅമാലിക്കും, നിങ്ങൾ അറിയണം, അന്നകും മുഅറദൂന അലാ അഅമാലിക്കും, നിങ്ങളുടെ അമലുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും, എക്സിബിറ്റ് ചെയ്യപ്പെടും. എക്സിബിഷൻ അങ്ങനെ അറബിയിൽ പറയാം. നമ്മുടെ അമലുകളൊക്കെ ഇങ്ങനല്ലേ, ഓരോ ചുമരിൽ തൂക്കിയതുപോലെ ഇങ്ങനെ കൃത്യമായി എക്സിബിറ്റ് ചെയ്യപ്പെടും. ഓരോന്നും ആ അമലുകളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരാണ് ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തത്, ആ നന്മ അവനെ കാണും. ആരാണ് ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്തത്, ആ തിന്മയും അവൻ കാണും. അതുകൊണ്ട് ചെയ്യുന്ന അമലുകളെ പരമാവധി ഇഹ്സാനോടുകൂടി പെർഫെക്ഷനാക്കി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ, നമ്മൾ ചെയ്യുന്ന നന്മകളിൽ ഇഹ്സാൻ ഉണ്ടാവണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും, അങ്ങനെ പഠിച്ചോ പറഞ്ഞു, ജീവിതത്തെയും മരണത്തെയും ഒന്നല്ല, മരണത്തെയും ജീവിതത്തെയും എന്തിനു സൃഷ്ടിച്ചു? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ. ഏറ്റവും പെർഫെക്റ്റായി അമല് ചെയ്യുന്നത് ആരാണ്? അതാണ് അള്ളാഹുവിന് അറിയേണ്ടത്, അതാണ് അള്ളാഹു നോക്കുന്നത്. അങ്ങനെ ഇഹ്സാനോടുകൂടി പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ എന്തേ പറച്ചമ്പുരാനും പറയുന്നതിന് വലിയ വ്യത്യാസമുണ്ടാ? അള്ളാഹുവിന് പറഞ്ഞുകൂടെ അയ്യുക്കും അക്സറു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ അമല ചെയ്യുന്നത് എന്നല്ല ഖുർആനിലുള്ളത്. നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത്? ആ ചെയ്യുന്ന അമലുകളെ നന്നാക്കിയെടുക്കണം എന്നാണ്. അത് എന്ത് വേണമെന്നറിയുമോ? അതിന് കൃത്യമായ ഒരു ഒബ്സർവേഷൻ ആവശ്യമുണ്ട്. ഒരു ഒബ്സർവേഷൻ വേണം എന്ന് പറഞ്ഞാൽ, എൻ്റെ അമലുകളെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ടാണ്. ഞാനിന്ന് ദുഹർ നമസ്കരിച്ചു, ഞാനിന്ന് അസ്ർ നമസ്കരിച്ചു. ആ അസ്ർ നമസ്കാരത്തെ കുറിച്ച് ഒരു വിചാരണ ഉണ്ടാവണം എൻ്റെ അടുക്കൽ. അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. എവിടെയെങ്കിലും തെറ്റിയോ, എന്തെങ്കിലും മറന്നുപോയോ, എവിടെയെങ്കിലും എൻ്റെ ശ്രദ്ധ വിട്ടുപോയോ, ഈ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. അപ്പൊ എല്ലാത്തിനും കൃത്യമായൊരു ഒബ്സർവേഷൻ വേണം. ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്, ആ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവണം. ഒരു കഥ പറയട്ടെ ഞാൻ. ഒരു രാജാവ് ഒരു ചിത്രകാരൻ, അവിടെയുള്ള നാട്ടിലുള്ള മുഴുവൻ ചിത്രകാരന്മാരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഒരു 6 മാസക്കാലം നിങ്ങൾക്ക് സമയം തരും. 6 മാസക്കാലത്ത് സമയം കൊണ്ട് നിങ്ങൾ ലോകത്ത് ഇതേവരെ കാണാത്ത, ഇല്ലാത്ത ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കണം. ചിത്രകാരന്മാരൊക്കെ അത്ഭുതപ്പെട്ട് പഠിച്ചോൻ ഇതെങ്ങനെ സംഭവിക്കുക? 6 മാസം സമയം കൊടുത്തു. അങ്ങനെ 6 മാസം സമയം കൊടുത്തു. എല്ലാ ചിത്രകാരന്മാരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് പിൻവാങ്ങാൻ തുടങ്ങി. രാജാവിനോട് പറഞ്ഞു, നടക്കൂല, അങ്ങനെയൊന്നും സംഭവിക്കൂല. എങ്ങനെ വരച്ചു നോക്കുമ്പോഴും അങ്ങനെയുള്ള ഒരു പക്ഷി എവിടെയൊക്കെയോ പഠിച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഒരാൾ മാത്രം മാറിയില്ല. അയാൾ കാത്തിരുന്നു. അയാൾ 5 മാസം എടുത്തു. 5 മാസം കഴിഞ്ഞ് വന്നപ്പോഴും രാജകിങ്കരന്മാർ വന്ന് നോക്കിയപ്പോഴും ഒന്നുമില്ല, ക്യാൻവാസ് കാലിയാണ്. 10 ദിവസം ബാക്കിയുള്ളപ്പോൾ വന്നു, അപ്പോഴും ക്യാൻവാസ് കാലിയാണ്. അവസാനത്തെ ദിവസം വന്നു. അവസാനത്തെ ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും ക്യാൻവാസ് കാലിയാണല്ലോ, തല ഉണ്ടാവില്ല. വൈകുന്നേരം വരാൻ പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോഴേ അവരെല്ലാം മുന്നിൽ നിർത്തി ഒരു 15 മിനിറ്റ് കൊണ്ട് അയാൾ ഒരു ചിത്രം വരച്ചു തീർത്തു എന്നാണ്. അയാളോട് ചോദിച്ചു, ഇത്രയും സമയം എന്തിനാ കളഞ്ഞത് എന്നാണ്. അദ്ദേഹം പറഞ്ഞത്, ഇത്രയും സമയം ഞാനൊരു ഒബ്സർവേഷനിലായിരുന്നു. എന്നിട്ട് അയാളുടെ മേശവലിപ്പുകൾ തുറന്ന്, ആ മേശവലിപ്പിൽ ഓരോ വലിപ്പുകൾ തുറന്നിട്ട്, ഒരു വലിപ്പ് തുറന്നപ്പോൾ കുറെ പക്ഷിയുടെ ചിറകുകൾ, വേറൊന്ന് തുറന്നപ്പോൾ കുറെ പക്ഷിയുടെ കൊക്കുകൾ, വേറൊന്ന് തുറന്നപ്പോൾ കുറെ പക്ഷിയുടെ കാലുകൾ, വേറൊന്ന് തുറന്നപ്പോൾ കുറെ പക്ഷിയുടെ ഉടലുകൾ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് പഠിച്ച് മനസ്സിലാക്കി 6 മാസത്തെ പഠനം കൊണ്ട് അയാൾ കാമണിക്കൂർ കൊണ്ട് പെർഫെക്ഷനായ ഒരു ചിത്രം വരച്ചതാണ്. ലോകത്തില്ലാത്തൊരു പക്ഷിയുടെ ചിത്രം. ഞാൻ സൂചിപ്പിച്ചതെന്നറിയോ? നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചും ആ ഒരു ഇഹ്സാനിലേക്ക് എത്തിക്കണം. അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നാണ്. നീ എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം. ഞാൻ നമസ്കരിക്കുമ്പോൾ എൻ്റെ കൂടെ, എൻ്റെ മുമ്പിൽ എൻ്റെ റബ്ബുണ്ട്. ഞാൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്.
എന്റെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത്, സദക്ക ചെയ്യുന്ന സമയത്ത്, നന്മകൾ ചെയ്യുന്ന സമയത്ത്, പുണ്യകർമ്മങ്ങളുടെ സമയത്ത് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അതേ പ്രകാരം എന്നിൽ പാപങ്ങൾ വന്നു ചേരുന്ന സമയത്തും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ കർമ്മങ്ങളെയൊക്കെ ഒന്ന് നല്ല കർമ്മങ്ങളാക്കി എടുക്കാൻ കഴിയും. ഇമാം റംലി സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നിഹായത്തുൽ മുഹ്താജിൽ പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയ എത്ര സന്ദർഭങ്ങൾ, നന്മയുടെ എത്രയോ നല്ല നല്ല സന്ദർഭങ്ങൾ കഴിഞ്ഞു കടന്നു പോകുമ്പോൾ ആ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് അള്ളാഹു പരിശോധിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് നിഹായത്തുൽ മുഹ്താജ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇഖ്വാനി ബുലൂഗു ശഹ്റു റമളാൻ നിഅമത്തുൻ കബീറ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്, ഇല്ലേ? റമളാൻ നമ്മളിലേക്ക് എത്തിക്കിട്ടുക എന്ന് പറയുന്ന അനുഗ്രഹമാണ്. റമളാനിന് മുമ്പ്, റമളാനെ പ്രതീക്ഷിച്ച് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. അവരൊക്കെ പത്രകോളങ്ങളിൽ നമ്മളിങ്ങനെ വായിച്ചു, ഒരു ഫോട്ടോയിലും കുറച്ച് വിവരണങ്ങളിലും അവരൊക്കെ തീർന്നു പോയിട്ടുണ്ട്. റമളാനായിട്ടും ആ പത്രകോളങ്ങളും ചരമകോളങ്ങളും ഒക്കെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു പേജ് അതിന് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്തി. ഇത്രയും ദിവസങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് ആയുസ് തന്നു. ഈ തന്ന ആയുസ്സിനെ റമളാനിന്റെ ഒരു അനുഗ്രഹമായി കണ്ട് ഓരോന്നിനും കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഫകം മിൻ ശഖ്സിൻ തഹ്തൽ അജ്ദാസി, എത്ര മനുഷ്യന്മാരാണ്, അവരൊക്കെ ഇന്ന് കുഴിമാടങ്ങളിലാണ്. യതമന്ന അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്ന, അഭിലഷിച്ചിരുന്ന എത്രയോ മനുഷ്യന്മാർ ഇന്നവർ കുഴിമാടങ്ങളിലാണ്, ഖബറുകളിലാണ്. പല ആളുകൾക്കും അവസരം കിട്ടിയില്ല. പല ആളുകൾക്കും അതിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ സാധിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നനുസരിച്ച് പെർഫെക്റ്റ് ആയി ജീവിക്കാൻ പറ്റിയില്ല. എത്ര മനുഷ്യന്മാരങ്ങനെ. രണ്ടാമത് അദ്ദേഹം ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, വകം മിൻ ആജിസിൻ അനി സൗമി യതമന്ന സിയാം, എത്ര ആളുകളാണ് അവർക്ക് അശക്തി കാരണം, കഴിവില്ലായ്മ കാരണം നോമ്പിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു. നോമ്പെടുക്കണമെന്നുണ്ട്, കുറച്ചൊക്കെ വാർദ്ധക്യം പ്രാപിച്ചു, രോഗങ്ങൾ വന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ക്ഷീണങ്ങൾ ബാധിച്ചു, നോമ്പെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രമായ കാലത്ത് നോമ്പെടുക്കണമെന്ന് പറഞ്ഞ പിന്നിന്റെ ഗൗരവം അത്ര മനസ്സിലായതുമില്ല. എത്ര ആളുകളാണ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കണം, പക്ഷെ കഴിയുന്നില്ല. മൂന്നാമതൊരു വിഭാഗം, വകം മിൻ ആജിസിൻ അനിൽ ഖിയാം തതലഖഫു നഫ്സഹു ലിൽ ഖിയാം, എത്ര മനുഷ്യന്മാർ. അവരൊക്കെ രാത്രികാലങ്ങളിൽ ഒരുപാട് ആളുകൾ കുടുംബത്തോടെ പള്ളികളിലേക്ക് പോകുന്നു, ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് പടച്ച തമ്പുരാന്റെ ദിക്ർ ചൊല്ലുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കാൻ കഴിയാത്തവർ, നിന്ന് നമസ്കരിക്കാൻ അവരുടെ ദൗർബല്യം സമ്മതിക്കാത്തവർ, അങ്ങനെ എത്ര ആളുകളുണ്ട് ലോകത്ത്. ഈ മൂന്ന് വിഭാഗം ആളുകളെ മുൻനിർത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വഅൻതും തഈശൂന ഫീ സിഹ്ഹത്തിൻ താമ്മ വഅംൻ, നിങ്ങൾ ജീവിക്കുന്നത് ഫീ സിഹ്ഹത്തിൻ താമ്മ വഅംൻ, നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തിലും നിർഭയത്വത്തിലുമാണ്. ആ പദം നമ്മൾ ഇപ്പോഴൊന്ന് വിശകലനം ചെയ്താൽ കുറെ കൂടി വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു പദമാണത്, അല്ലേ? നിർഭയത്വം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നിർഭയത്വത്തിലാണ്, നമ്മളൊക്കെ നല്ല ആരോഗ്യത്തിലുമാണ്. പക്ഷേ നമ്മുടെ കുറെ സഹോദരന്മാർക്ക് നിർഭയത്തില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി പോകുന്നില്ല. ഒന്ന് ഓർമ്മിച്ച് നോക്കുക, നമ്മൾ അവർക്ക് നിർഭയത്വം കിട്ടുന്നില്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ള നിലക്ക് അവരവരുടെ ജോലി ആവശ്യാർത്ഥം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പോയവരാണ്. അവരും തിരിച്ചു വരേണ്ടവരാ. പക്ഷെ അവരിപ്പോഴെന്തൊക്കെയോ നിർഭയത്വം നഷ്ടപ്പെട്ട് ഒരു പേടിയിൽ, ഭീതിയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ കിട്ടിയ നിർഭയത്വം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ പിന്നെന്താ പഠിച്ചവരാണ് ഞാൻ നിങ്ങൾ മറുപടി പറയാൻ? എന്താ റബ്ബിനോട് ഞാൻ നിങ്ങൾ മറുപടി പറയാ? ആ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും ഇടപാടുകളിലും ജോലിയിലും അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ അത്തരത്തിലൊരു നിർഭയത്വത്തിലാണ്. ആ നിർഭയത്വം ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു? ഫഖ്തനിമു ഔഖാതകും ഖബ്ല അൻ-നദം വദാഅഫുൽ അമല മിൻ ഗൈരി സഅം. അദ്ദേഹം പറയാണ്, ഫഖ്തനിമു ഔഖാതകും, നിങ്ങളുടെ സമയങ്ങളെ നിങ്ങൾ പരിഗണിക്കണം, ഉപയോഗപ്പെടുത്തണം. ഖബ്ല അൻ-നദം, ഖേദം വരുന്നതിന് മുമ്പ് എന്നാണ്. എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, അങ്ങനെ ആയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, കുറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ ഒരു ഖേദം വരാതിരിക്കാൻ,
അങ്ങനെ ഒരു സങ്കടം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് എന്താ പറയുന്നത് അറിയോ? നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ഇരട്ടിക്കണം. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു മടിയും മടുപ്പുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് ഒഴിഞ്ഞിരുന്ന് മുറിഞ്ഞിരുന്ന് മാറിയിരുന്ന് ഒന്ന് ചെയ്തു നോക്കുക. വല്ലാത്തൊരടുപ്പം കിട്ടും പടച്ച തമ്പുരാനോട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയില്ലേ, അവിടെയും ഡോക്ടർ മുസ്തഫ സബായി പറയുന്ന ഒരു ഭാഗമുണ്ട്. മൻ തഅല്ലഖ ഖൽബുഹു ബിദ്ദുനിയ ലം യജിദ് ലദ്ദത്തൽ ഖൽവതി മഅല്ലാഹ്. അറിയോ, അള്ളാഹുമായിട്ട് ഒരു ഖൽവത്ത് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യന്മാരാണ്. ഇങ്ങനെ ഇതിന്റെയൊക്കെ കെട്ടുപാടുകളിൽ എന്തൊക്കെയോ തിരക്കുകളിൽ ഇങ്ങനെ പോകുമ്പോ ലം യജിദ് ലദ്ദത്തൽ ഖൽവതി മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പമുള്ള ഒരു ഖൽവത്ത്, ഒരു ഏകാഗ്രത, ഒരു ഏകാന്തത, അതിനൊരു ആസ്വാദനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാറില്ലേ? നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുമായി നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭർത്താക്കന്മാരോട്, നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് അങ്ങനെ ഒന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചങ്ങാതിമാരോട് അവരോടൊന്നും ഒറ്റക്ക് മാറിയിരിക്കാൻ വേണ്ടിയില്ലേ? ചിലപ്പോൾ ചങ്ങാതിമാരോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഓഫാക്കിയിട്ട് ടൂർ പോകുന്നവർ വരുന്നുണ്ട്. എന്തേ പടച്ചതമ്പുരാനോട് അങ്ങനെ ഒരു ലദ്ദത്ത്, ഒരു ഹൽവത്ത് നമുക്ക് കിട്ടാത്തത്? അള്ളാഹുവിനോട് അത്ര ഇഷ്ടം തോന്നാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ അമലുകളെ ഒന്ന് ശക്തിപ്പെടുത്തി നമ്മളൊന്ന് കൊണ്ടുവരണം, ഇരട്ടിപ്പിച്ചു കൊണ്ടുവരണം എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്തറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന അമലുകളൊക്കെ ചിലത് പൊട്ടിയതും പൊളിഞ്ഞതുണ്ടാവും, ചില അമലുകളൊന്നും ശരിയാവാത്തതുണ്ടാവും, ചില അമലുകളിലെ ഇഖ്ലാസ് അങ്ങനെ തന്നെ ഊരിപ്പോയിട്ടുണ്ടാവും, ചില അമലുകളിലെ ഖുശൂഉം ഖുദൂഉം ഇല്ലാതായിട്ടുണ്ടാവും. ഇതൊക്കെ കൂടി എല്ലാം പടച്ച തമ്പുരാൻ എല്ലാം ചിലപ്പോൾ സ്വീകരിച്ചോളുന്നില്ല. പക്ഷെ നമ്മൾ പറയാ റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് റബ്ബേ നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അദ്ദേഹം പറയുന്നു, അഥവാ ചിലതൊക്കെ പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ വയഅഫ്വൻ കസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നിങ്ങൾക്ക് പുറത്തു തരും പടച്ചതമ്പുരാൻ. അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കും. അതുകൊണ്ട് ഒരു അമലുകളും വെറുതെ ആവൂല, ഒരു അമലുകളും വെറുതെ ആവൂല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ അമലുകളെ പരിവർത്തിപ്പിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമല അല്ലദീ യുബല്ലിഗുനി ഹുബ്ബക അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വ മാലി വൽ മാഇൽ ബാരിദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അകമഴിഞ്ഞ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, പടച്ചവനെ ഞാൻ നിന്റെ ഹുബ്ബിനെ, നിന്റെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന്. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടവും. അള്ളാഹുവിനെ നമ്മളെക്കാൾ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ട്, അമ്പിയാക്കളായ മനുഷ്യന്മാരുണ്ട്, ഔലിയാക്കളായ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരുടെ ഇഷ്ടവും വൽ അമലല്ലദീ യുബല്ലിഗുനി ഹുബ്ബക, നിന്റെ ഹുബ്ബിലേക്ക്, നിന്റെ ഇഷ്ടത്തിലേക്ക് എത്തുന്നതായ അമലുകളെയും പടച്ചോനെ നീ എനിക്ക് നൽകണമേ എന്ന്. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ, പടച്ചവനെ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകണം. മിൻ നഫ്സി വ മാലി വൽ മാഇൽ ബാരിദ്, എന്നെക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, തണുത്ത വെള്ളത്തെക്കാൾ പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി നിന്നോടുള്ള ഇഷ്ടം മാറണം. അതിനെന്താ വേണ്ടെന്നറിയോ? അമലുസ്സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം. ഇനി വരാനിരിക്കുന്നത് അവസാനത്തെ 10 അവസാനത്തെ 10 വലിയ പ്രാധാന്യമുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മൾ നമുക്കൊന്ന് വെച്ച് നോക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ മറ്റ് മാസങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര തൽപരനായിരുന്നു. ഒരുപാട് അധ്വാനിക്കാറുണ്ടായിരുന്നു. ശരിയാണ്, നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. നമ്മളും റമദാൻ അല്ലാത്ത കാലത്തെക്കാൾ റമദാനിൽ നന്നായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ 2ാം ഭാഗം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ സാർത്ഥകമാക്കണം. 2ാമത്തെ ഭാഗം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ ആദ്യത്തെ 2 10-നേക്കാൾ അവസാനത്തെ 10-ൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. നമുക്ക് സമയം കിട്ടാറില്ല, നമ്മൾ പിന്നോട്ടടിക്കുകയാണ്.
അവസാനത്തെ 10 ആകുമ്പോഴേക്ക് പലപ്പോഴും നമ്മൾ അങ്ങാടികളിലും മറ്റുമൊക്കെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. പള്ളികളിൽ ഇഅ്തികാഫിരിക്കണം. നമ്മളും നമ്മുടെ കുടുംബങ്ങളും പള്ളികളിലേക്ക് വരണം. ഭാര്യ ഉണ്ടാകണം, മക്കളുണ്ടാകണം, അവർക്ക് ഇഅ്തികാഫിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടല്ലേ ഹദീസുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ പള്ളികൾ റമദാനിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെന്താ ഹദീസിൽ പറഞ്ഞ സുമ്മഅതകഫ അസ്വാജഹു മിൻ ബഅദിഹി, അതിനുശേഷം നബിയുടെ ഭാര്യമാർ, അതിനുശേഷവും നബിയുടെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും കൂട്ടി ഇഅ്തികാഫിന് വരണം. പറ്റാവുന്ന സമയങ്ങൾ, ചിലപ്പോൾ പകലുകളിൽ ജോലിക്ക് പോകേണ്ട ആളുകൾ ഉണ്ടാവും. ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നവരുണ്ടാകും. അവർ രാത്രി കാലങ്ങളിൽ ഇരിക്കട്ടെ. അങ്ങനെ കിട്ടാവുന്ന സമയങ്ങളിൽ ഇഅ്തികാഫുകൾ ഇരിക്കണം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ചെയ്യണം. അവസാനത്തെ 10 അതാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്നവരായി മാറണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു പറയുന്നു ഒരു വുദ്, ഒരു സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതൊരു വല്ലാത്ത സ്നേഹമാണ്. പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്ന് സ്നേഹം കിട്ടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്നേഹം ഒളിച്ചു വെക്കൂല, മറച്ചു വെക്കൂല. ആ സ്നേഹം പടച്ചതമ്പുരാൻ പടർത്തിക്കളയും. അതൊരു ഹദീസിൽ പറയുന്നുണ്ട്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ അറിയോ? ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു വിളിക്കും. എന്നിട്ട് പറയും ഇന്നല്ലാഹ തആല യുഹിബ്ബു ഫുലാനൻ ഫഹ്ബിബ്ഹു. ജിബ്രീലേ, ഇന്ന ഒരാളെ നിന്റെ റബ്ബ് അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഒരു വ്യക്തിയെ, ഇന്ന ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഫഹ്ബിബ്ഹു, ജിബ്രീലെ നീയും ഇഷ്ടപ്പെടണം അയാളെ. ഫയുഹിബ്ബുഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ ഇഷ്ടപ്പെടും. ജിബ്രീൽ അയാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ ആ ഇഷ്ടം മറച്ചു വെക്കൂല. എന്നിട്ട് എന്താ പറയുന്നത്? ഫയുനാദി ഫി അഹ്ലിസ് സമാ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്തുള്ളവരെയൊക്കെ വിളിക്കും, മലക്കുകളൊക്കെ വിളിക്കും. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് വിളിച്ചിട്ട് പറയും ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലസ് സമാ. അങ്ങനെ ആകാശ ലോകത്തുള്ള എല്ലാവരും അവരെ ഇഷ്ടപ്പെടും. ആകാശ ലോകത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെടും. പിന്നെന്ത് ചെയ്യും? പിന്നെ അത് ഭൂമിയിലേക്ക് വരും. ഭൂമിയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന തലത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിയെടുക്കണം. പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന വഅർദുല്ലാഹി വാസിഅ ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നമ്മളോടാ പറയുന്നത്, യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും, വിശ്വാസികളായ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ തഖ്വയുള്ളവരായി മാറണം. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന. ഈ ദുനിയാവിൽ ആരാണോ നന്മ ചെയ്യുന്നത് അവനുള്ളതാണ് അള്ളാഹിന്റെ അടുക്കലുള്ള നന്മ, അവനുള്ളതാണ് നന്മ. അതിന് ഏത് സ്ഥലങ്ങളും ഏത് സന്ദർഭങ്ങളും ഏത് സമയങ്ങളും ഉപയോഗപ്പെടുത്താം. വഅർദുല്ലാഹി വാസിഅ. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഞാൻ ഇന്നലെ അസ്ർ നമസ്കരിച്ചത് എന്റെ നാട്ടിൽ വെച്ചാണ്. ഇന്ന് അസ്ർ നമസ്കരിച്ചത് ഇവിടെ വെച്ചാ. നാളെ എവിടെയാണോ പരിപാടി അവിടെ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളുണ്ടാവും. അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. എവിടെയാണ് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്തത്? എവിടെയാണ് റബ്ബിന്റെ ദിക്റുകൾ ചൊല്ലാൻ പറ്റാത്തത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വിശാലമായ ഭൂമിയിൽ നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴും അള്ളാഹു പറയുന്നു, ഇന്നമായി തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്ന. നമുക്കെല്ലാത്തിനും കണക്കുണ്ട്. കൊടുത്ത സക്കാത്തിന് കണക്കില്ലേ? കൊടുത്ത സദഖക്ക് കണക്കില്ലേ? പള്ളിക്ക് കൊടുക്കുന്ന പലിശയ്ക്ക് കണക്കില്ലേ? ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ അതിനെ കണക്ക് വെച്ചിട്ട് ഓരോ നൂലിങ്ങനെ മറിച്ച് വെക്കാറില്ലേ? എല്ലാത്തിനും നമ്മൾ കണക്ക് വെക്കുന്നുണ്ട്. പക്ഷെ പടച്ചോൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തരുന്നിടത്ത് അള്ളാഹ്ക്ക് കണക്കില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ നൽകുമെന്നാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നന്മകൾ ചെയ്യുവാൻ തൽപരരായി മാറണം. അതിനെന്ത് വേണമെന്നുള്ളതാണ്, നന്മകളിലേക്ക് വരാൻ വേണ്ടി എന്താണ് വേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. ഒരു 4-5 കാര്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് മടുപ്പിക്കൂല, അത്ര പറയാൻ എനിക്ക് കഴിയൂല. ഒരു 4-5 സംഗതികൾ ഞാനങ്ങ് ചുരുക്കി പറയാം. ബാക്കി നിങ്ങൾ അതിന്റെ വിശദീകരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുത്ത് ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി എന്താണ് വേണ്ടതെന്നറിയോ? ഒന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആൻ മാ മുറാഅത്തി മാനാഹുന. എന്താ ഇതും തമ്മിൽ ബന്ധങ്ങൾ ആലോചിക്കുക. ഖുർആൻ പാരായണത്തിൽ നിരതരാവണം. ഖുർആന്റെ പാരായണം, തിലാവത്തുൽ ഖുർആൻ എന്നതിലപ്പുറത്തേക്ക് ഖിറാഅത്തുൽ ഖുർആൻ. എന്താ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വായനയാണ്. വായനയാണ് വേണ്ടത്. വായന എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം മനസ്സിലാക്കി എന്താണോ, ഉൾക്കൊണ്ടിട്ട് എന്താണോ, അതാണ് വായന എന്ന് പറയുന്നത്. ഞാൻ ഇന്നൊരു പത്രം വായിച്ചു, എന്നിട്ട് ആ പത്രത്തിൽ പറയാം നല്ലൊരു ലേഖനമുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട്, നീ ഒന്ന് വായിക്കണം. എന്തിനാ പറയുന്നത്? ഖുർആൻ ഓതുന്ന പോലെ ഇങ്ങനെ പോകാനാണോ? അല്ല. അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാനാണ്? അതിനുമല്ല. പിന്നെന്താ? അത് മനസ്സിലാക്കണം. പാരായണങ്ങൾക്ക് പുണ്യമില്ല എന്നല്ല കേട്ടോ, ഓരോ ഹർഫിനും പുണ്യമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് വായിക്കുന്നതിന്റെ ആശയങ്ങൾ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ അർത്ഥങ്ങൾ മനസ്സിലാകുന്ന, എന്താണോ റബ്ബ് നമ്മളോട് പറയുന്നത് ആ പടച്ച തമ്പുരാന്റെ കലാമ് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഖുർആൻ പരിവർത്തിപ്പിക്കപ്പെടണം. ഖുർആന്റെ പാരായണം ഉണ്ടാകണം. അത് നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത് സ്വലാത്തു തഹജ്ജുദാണ്. രാത്രികാലങ്ങളിലുള്ള നമസ്കാരങ്ങൾ. രാത്രികാലങ്ങളിലുള്ള നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ നമുക്ക് വല്ലാത്തൊരു ഈമാൻ നൽകും. നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കും. നിങ്ങളറിയോ, കുരിശുയുദ്ധവുമായി ബന്ധപ്പെട്ടൊരു സംഭവം. കുരിശുയുദ്ധകാലത്ത് കുരിശുപട ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. ബൈത്തുൽ മുഖദ്ദസ് അവർ പിടിച്ചെടുത്തു. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തിട്ട് ആ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ എടുക്കുന്നുണ്ട്. 80ഓളം വർഷങ്ങൾ കഴിയുന്നുണ്ട്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വന്ന സമയത്ത് അദ്ദേഹം ഈ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് അദ്ദേഹം അതിനുവേണ്ടി പട തയ്യാറാക്കുകയാണ്. ഏകദേശം 12,000ഓളം ആളുകളെ തയ്യാറാക്കി. 12,000ഓളം ആളുകളെ തയ്യാറാക്കി അവരെ ടെന്റുകളിൽ താമസിപ്പിച്ചു. എന്നിട്ട് ആ ടെന്റുകളിൽ ഇവരെ ഓരോ ദിവസവും അദ്ദേഹം രാത്രി അർദ്ധരാത്രി എഴുന്നേറ്റ് ടെന്റുകൾ ഇങ്ങനെ പരിശോധിക്കും. ഒരു ടെന്റിലും വിളിച്ചില്ല, ഒരു ടെന്റിലും വിളിച്ചില്ല. എല്ലാവരും കിടന്നുറങ്ങാൻ. ഇവർക്കാണെങ്കിൽ സൈനിക പരിശീലനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, സുൽത്താൻ, നമുക്ക് ഇനിയെങ്കിലും ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിക്കൂടെ? നമ്മൾ നല്ല ആയുധ പരിശീലനം നേടിയിട്ടുണ്ടല്ലോ. എന്തേ നമ്മുടെ സമയമില്ലാത്ത. ചരിത്രം പറയുന്നത് എന്താ അറിയോ? 1 വർഷത്തോളം അദ്ദേഹം കാത്തിരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, രാത്രി സഞ്ചരിക്കുമ്പോൾ എല്ലാ ടെന്റുകളിലും വിളിച്ചിട്ട് അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. പടച്ചോനെ, ഇത്രയും സായുധ പരിശീലനങ്ങൾ നേടിയിട്ടും, ഇത്രയൊക്കെ നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ മാറി നിന്നിട്ടും എന്തേ റബ്ബേ ആ ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കാൻ സമയമായില്ല എന്ന് ഞങ്ങളുടെ നേതാവ് പറയുന്നത്. അവർ കരഞ്ഞ് കണ്ണീരൊഴുക്കി തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം സലാഹുദ്ദീൻ അയ്യൂബി അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ സമയമായിട്ടുണ്ട് എന്ന്. 80 വർഷങ്ങൾ കുരിശുപടയുടെ കയ്യിലിരുന്ന ആ ബൈത്തുൽ മുഖദ്ദസ് അങ്ങനെയാ തിരിച്ചു പിടിക്കുന്നത്. അതിനൊരു ശക്തിയുണ്ട്, അതിനൊരു ബലമുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നമുക്കതിനെ കാണാനും സാധിക്കണം. അത്രയേറെ പ്രാധാന്യം അതിനുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. മൂന്നാമത്തെ സംഗതി എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിനെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് മുറിഞ്ഞിരുന്ന് പടച്ചതമ്പുരാനെ ഓർമ്മിക്കണം. ഒറ്റക്കിരുന്നിട്ട് എൻ്റെ റബ്ബിനോട് പറയാനുള്ളതൊക്കെ എനിക്ക് പറയണം. എൻ്റെ റബ്ബിനോട് എൻ്റെ സങ്കടങ്ങൾ പറയണം, എൻ്റെ ആവശ്യങ്ങൾ പറയണം. അതിനുവേണ്ടി എനിക്കൊന്ന് ആരാരും കാണാതെ ഒന്ന് മാറിയിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവൻ എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് കണ്ണീരണിയണം. കണ്ണുകൾ കണ്ണിൽ നിന്ന് ചാലിട്ടൊഴുകണം. എന്നിട്ട് എൻ്റെ റബ്ബിനോട് പറയണം, റബ്ബിന്റെ മുമ്പിൽ ചെറുതാവുന്നത് ചെറുതല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെറുതാവാനാ മനുഷ്യനെ പടച്ചത്. ഈ തല ഏറ്റവും മേലെ വെച്ചത് അറിയോ? ഇതെവിടെയും കുനിക്കാണ്ടിരിക്കാനാ. ഈ തല ഇവിടെ തന്നെ നിൽക്കേണ്ടതാ. നമ്മളെക്കാൾ വലിയ വലിയ ജീവികളുടെ മുകളിൽ നിന്നിട്ട് അതിന്റെ മുകളിൽ ഉണ്ടാവും നമ്മുടെ തല. കുനിക്കണ്ട. പക്ഷെ അത് ഭൂമിയോളം താഴണം റബ്ബിന്റെ മുമ്പിൽ, സുജൂദില് അള്ളാഹുവിന്റെ മുമ്പിൽ ചെറുതാവണം. എന്നിട്ട് പടച്ചതമ്പുരാനോട് പറയാൻ കഴിയണം,
ആ ചെറുതാവുന്നതിലൊരു സുഖമുണ്ട്, അതിലൊരു ആസ്വാദനമുണ്ട്. റബ്ബിൽ നിന്ന് കിട്ടുന്ന ഒരു കരുതലുണ്ട്. നമ്മളെ പാൽപ്പൈതങ്ങളെ കാണുന്നില്ലേ, ചെറിയ കുട്ടികൾ. അവര് കരയുമ്പോ, അവര് വിശക്കുമ്പോ, അവർക്ക് വേദനിക്കുമ്പോ മാതാവിന്റെ മാറിടങ്ങളിലേക്ക് അവരിങ്ങനെ ഒതുങ്ങിക്കൂടി. ചെറുതാവാണ് കുട്ടികൾ, മാതാവാണ് വലുത്. മാതാവാണ് വലുത്, മാതാവിന്റെ സാന്ത്വനമാണ് വലുത്. അത് കിട്ടുമ്പോ കുട്ടികൾക്ക് തോന്നാറില്ല ഞാൻ ഉമ്മാന്റെ മുമ്പിൽ ചെറുതായി. നമുക്കും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ ചെറുതാകുന്നതിൽ എന്താ കുഴപ്പം? അങ്ങനെ ആകുമ്പോ പടച്ചതമ്പുരാൻ നമുക്ക് മാറ്റിവെച്ച ഒരു അർശിന്റെ തണലുണ്ട്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് മാത്രം പടച്ചതമ്പുരാന്റെ തണലല്ലാതെ വേറൊരു തണൽ കിട്ടാത്ത സമയം അള്ളാഹു മാറ്റിവെക്കുമ്പോ അതിൽ ഒന്നിതാണ് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാഹു. അള്ളാഹുവിനെ മാറിയിരുന്ന് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർമ്മിക്കുകയും എന്നിട്ട് ഫഫാദത ഐനാഹു കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ആളുകൾ. ശരി, അവസാനം ഒരു കാര്യം കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സുഹ്ബത്തുസ് സാലിഹീനൽ ഫാദിലീൻ, സുഹ്ബത്തുസ് സാലിഹീനൽ ഫാദിലീൻ, നല്ല ശ്രേഷ്ഠരായ ആളുകൾ, ശ്രേഷ്ഠരായ ആളുകൾ, സാലിഹീങ്ങളായ ആളുകൾ, അവരുടെ ഒരു സുഹബത്തിൽ എപ്പോഴും നമ്മൾ ജീവിക്കണം, അവരുടെ കൂടെ ഉണ്ടാവണം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നല്ലേ, അതുപോലെ അത്തരത്തിലുള്ള നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുമായിട്ട് എപ്പോഴും കൂട്ടുണ്ടാവണം, അവരുമായിട്ട് എപ്പോഴും സൗഹൃദങ്ങൾ ഉണ്ടാകണം. ആ സൗഹൃദങ്ങളായിരിക്കും നമ്മളെ നന്മകളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഓതിവെച്ച വചനം ഒന്ന് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ആരാണ്, വിശ്വാസികൾ ആരാണ്? വല്ലദീന യുഅ്തൂന മാ ആതവ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പോലും അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമായിരിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് പടച്ചോൻ തന്നതാണ്, കൊടുക്കാൻ ഏൽപ്പിച്ചതാണ്, ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പോലും അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമാകുന്നതാണ്. എന്താ കാര്യം എന്നറിയുമോ? അവരുടെ ബോധ്യമാണ് അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അങ്ങനെ മടക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വലിയ ഭാണ്ഡക്കെട്ടുകളായി നന്മകളുടെ കൂമ്പാരങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് പരിശോധന. അങ്ങനെ പേടിക്കുന്ന ആളുകൾ എപ്പോഴും റബ്ബിലേക്ക് തിരിച്ചു ചെല്ലണം. ആ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ ഫയലുകൾ കൃത്യമാകണം, കണിശമാകണം. ഞാനൊരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഇന്റർവ്യൂ ആവശ്യപ്പെട്ട ഫയലുകൾ ഇന്ന ഫയലുകളൊക്കെ വേണം, ഇത്ര ക്വാളിഫിക്കേഷനുകൾ ആവശ്യമുണ്ട്, എല്ലാം ഫയല് ഭദ്രമാക്കിയിട്ട് ആ ഫയൽ പിടിച്ചിട്ട് എനിക്ക് പോകുമ്പോൾ ഇന്റർവ്യൂവർ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, ഒരു ധൈര്യമുണ്ട്. എന്ത് ചോദിച്ചാലും ഓക്കെ. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അടുക്കൽ ഒരു ഫയൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ജീവിതത്തിന്റെ ഫയല്, നന്മകളുടെ ഫയല്. ആ ഫയലുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് പടച്ചോന്റെ അടുത്തേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, പടച്ചോന് നിന്റെ നിസ്കാരം ഇതാ നിസ്കാരം റബ്ബേ, നിന്റെ നോമ്പ് ഇതാണ് എന്റെ നോമ്പ്, ഇതെന്റെ സക്കാത്ത്, ഇതെന്റെ സദക്ക, ഇതെന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇത് എന്റെ മാതാപിതാക്കളോട് കാണിച്ച കാരുണ്യം, ഇത് എന്റെ മക്കളോട് കാണിച്ച സ്നേഹം, ഇതെന്റെ ഭാര്യയോടുണ്ടായിരുന്ന സ്നേഹം. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫയലുകൾ ഇങ്ങനെ ഓരോന്ന് അതിന്റെ എന്താ പറയണ്ടേ, ഓരോന്ന് ഇങ്ങനെ മറിച്ച് പടച്ചമ്പുരാന്റെ മുമ്പിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ എന്തൊരു സമാധാനം ഉണ്ടാവും, എന്തൊരാശ്വാസം ഉണ്ടാവും. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ ഈ ഫയൽ ഇങ്ങനെ തയ്യാറാക്കാൻ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാൻ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ ധൃതി കാണിക്കുന്ന ആളുകളായിരിക്കും. വഹും ലഹാ സാബിഖൂൻ, അതിലവർ മത്സരിക്കുന്നവരായിരിക്കുന്ന. ആ മത്സരം ഉണ്ടാവണം, ദുനിയാവിന് വേണ്ടിയുള്ള മത്സരങ്ങളല്ല. ഫബിദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞത് നന്മയുടെ വിഷയത്തിലാണ് എന്നാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അല്ലദീന യുഅ്തൂന മാ അതവ ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ ഭയചകിതമാകുമെന്ന് പറഞ്ഞില്ലേ, ഹൃദയങ്ങൾക്ക് ഭയപ്പാട് വരും, പേടിക്കുന്നു പറഞ്ഞില്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം? അഖ്ബർ റജുലു യസ്നി വയസ്രിഖു വയസ്രിബുൽ ഖംർ, ആ മനുഷ്യൻ കട്ടതുകൊണ്ടായിരിക്കും, അയാൾ മോഷ്ടിക്കുന്ന മനുഷ്യനായതുകൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ വ്യഭിചരിച്ചതുകൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ കള്ളു കുടിച്ചത് കൊണ്ടായിരിക്കോ? എന്തുകൊണ്ടാണ് അങ്ങനെ പേടിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്ന ആളുകൾ? അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുന്നവരല്ലേ.
ആ ചെലവഴിക്കുന്നിടത്ത് പോലും എന്തേ അവർക്ക് ഭയപ്പാടുണ്ടാകാൻ കാരണമെന്ന് ചോദിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യാ ബിന്ത അബൂബക്കർ, അബൂബക്കറിന്റെ മോളെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചതാണ്. അതൊന്നുമല്ല കാര്യം. വലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു, ഓരോരുത്തരും അവർ നോമ്പനുഷ്ഠിക്കുന്നു, വയുസല്ലി അവർ നമസ്കരിക്കുന്നു, വയതസദ്ദഖു അവർ സദഖ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, വഹുവ യഖാഫു അല്ലാ യുഖബല മിൻഹു എന്നാണ്. അത് സ്വീകരിക്കാതെ പോകുമോ എന്നവർ ഭയപ്പെടുന്നു എന്നാണ്. അതാണ് പ്രശ്നം. ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്യുന്നതെല്ലാം സ്വീകരിക്കാതെ പോകുമോ എന്നോ അല്ലെങ്കിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ ബാത്തിലായി പോകുമോ എന്നോ ഒരു ഭയപ്പാട് ആവശ്യമുണ്ടെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് സഹാബാക്കളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അത്തദ്റൂന മൽ മുഫ്ലിസ്, അത്തദ്റൂന മൽ മുഫ്ലിസ്, പാപ്പരായവൻ ആരാണ് നിങ്ങൾക്കറിയോ സഹാബാക്കളെ എന്ന്. സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദറാഹിമ ലഹു വലാ മതാ, ഞങ്ങളിലുള്ള പാപ്പരായവർ എന്ന് പറയുന്നത് ദിർഹമുകളില്ലാത്ത, ജീവിത വിഭവങ്ങളില്ലാത്ത, ജീവിത സൗകര്യങ്ങളില്ലാത്ത ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നുമല്ല. അൽ മുഫ്ലിസു ഫീനാ, എന്നിൽപ്പെട്ട മുഫ്ലിസ് എന്ന് പറയുന്നത് യഅതി യൗമൽ ഖിയാമ ബിസ്സലാത്തിൻ വസകാത്തിൻ വസിയാമിൻ ويأتي قد شتم هذا وقذف هذا وأكل مال هذا وسفك دم هذا فيؤتى هذا من حسناته وهذا من حسناته فإن فنيت حسناته قبل أن يقضى ما عليه أخذ من سيئات صاحبه فطرحت عليه ثم طرح في النار. ഇതാണ് പാപ്പര്, ഇതാണ് നമ്മൾ ഭയപ്പെടേണ്ടതും. അൽ മുഫ്ലിസു ഫീന, ഞങ്ങളിൽപ്പെട്ട അഥവാ എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട മുഫ്ലിസ് എന്ന് പറയുന്നത് യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും ബിസ്സലാത്തിൻ വസകാത്തിൻ വസിയാമിൻ, നമസ്കാരങ്ങൾ, സക്കാത്തുകൾ, നോമ്പുകൾ, ഇതൊക്കെയായിട്ട് വരിക. പക്ഷെ വേറെ കുറെ ആളുകൾ വരും, വയഅതി ഖദ് ശതമ ഹാദാ, കുറച്ച് ആളുകൾ വന്നിട്ട് പറയും, ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വഖദഫ ഹാദാ, ഇവൻ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, വഅകല മാല ഹാദാ, ഇവൻ എന്റെ ധനം ഭക്ഷിച്ചിട്ടുണ്ട്, വസഫക ദമ ഹാദാ, ഇവൻ എന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, ഇവൻ എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. പടച്ചോനെ, ഇങ്ങനെ നോക്കുമ്പോ കുറെ ക്യൂ ഇങ്ങനെ ഉണ്ടാവും, കുറെ ആളുകൾ ഇയാളെ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, ഇയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ഇയാളുടെ ധനം അപഹരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ മനുഷ്യന്മാർ ഇങ്ങനെ നിൽക്കും. എന്താ ചെയ്യാന്നറിയോ? ഇയാളുടെ നിസ്കാരം എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് നിസ്കാരം, പിന്നെയും ബാക്കിയാണ് അയാൾക്കും കുറച്ച് നിസ്കാരം, അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാൻ. പിന്നെ സക്കാത്ത്, അതും ഇങ്ങനെ കുറെ കുറെ കൊടുത്ത്. പിന്നെ നോക്കുമ്പോൾ നോമ്പുണ്ടാവും, അതും കൊടുത്തിട്ടുണ്ടാവും, ചെയ്തു വെച്ച ഹജ്ജ്, ഉംറ, അതൊക്കെ കൊടുത്ത്, ദാനധർമ്മങ്ങൾ അതുമെല്ലാം കൊടുത്ത്. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ ആളുകൾ ബാക്കിയാവുന്ന ചില ആളുകൾക്ക് അയാളുടെ മേലുള്ള എല്ലാ കംപ്ലൈന്റുകളും തീരുന്നതിന് മുമ്പ് അയാളുടെ നന്മകൾ തീർന്നു പോയാൽ ആ നിൽക്കുന്ന ചങ്ങായിമാരെ, അവരും നല്ല മനുഷ്യന്മാരായിരിക്കില്ല, ഓരോരുത്തുണ്ടാവും കുറെ കുറ്റങ്ങൾ. ആ കുറ്റങ്ങളൊക്കെ ഇങ്ങെടുത്തിട്ട് ഇയാളുടെ മേൽ ചാർത്തും, പിന്നെ നരകത്തിലേക്ക് അയാളെ വലിച്ചെറിയുകയും ചെയ്യുമെന്ന്. ഇതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയപ്പാടുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അറിയാതെ മറ്റുള്ളവർ കൊണ്ടുപോകുന്നുണ്ടോ എന്ന ഭയപ്പാടുണ്ടാകണം. കർമ്മങ്ങൾ ഏറെ ചെയ്യുകയും ആ ചെയ്യുന്ന കർമ്മങ്ങൾ ഇഹ്സാനോടുകൂടി ചെയ്യുകയും അത് അള്ളാഹു ഖബൂൽ ചെയ്യണമേ എന്ന പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യണം. അതാണ് വേണ്ടത്. പരിശുദ്ധ റമദാൻ അതിനുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ നേടിയെടുത്തിട്ടുണ്ട്. വരാനുള്ള ദിവസങ്ങൾ അതിനേക്കാൾ നല്ല നന്മകളുടെ പൂക്കാലമാക്കി നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ കൂടിയിരുത്തം നമ്മൾ ഇന്നൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് കരുത്തും തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന റമദാനിന്റെ ദിനരാത്രങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഗൾഫിൽ പല ഭാഗങ്ങളിലായി വല്ലാതെ ഭീതിയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ ജോലിയിൽ, അതുപോലെ അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സാന്ത്വനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ.
എന്നോടും നിങ്ങളോടും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുടെ അല്ലാഹു അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും ഇതുപോലെ അവന്റെ അർശിന്റെ തണലിലും ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.